ഞാൻ എന്തായി കാണുന്നേ? ഞാൻ പറഞ്ഞ ഡീറ്റെയിൽസ് വെച്ച് ഇത്ര നന്നായി വരയ്ക്കെന്ന് പറഞ്ഞാൽ ഞാനിത് അച്ഛനെ ഒന്ന് കാണിച്ചോട്ടെ പ്ലീസ്. വേണ്ട. അതെന്താ? അത് വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ട, അത്ര തന്നെ. ഓ, പൂർത്തിയാവാത്ത കൊണ്ടായിരിക്കല്ലേ? അതെ. ഊണ് കഴിക്കാൻ വരാൻ പറഞ്ഞു അച്ഛൻ. അതെ, മലയിലെ ദേവീക്ഷേത്രത്തിൽ നാളെ കൊടിയേറ്റാ. വലിയ ശക്തിയുള്ള ദേവിയാ. സന്ധ്യക്ക് എനിക്കൊന്ന് കൂട്ടുവരുവോ? എനിക്ക് നാളെ വൈകിട്ട് പുറത്തു പോകണം. എന്തു പറഞ്ഞാലും നിഷേധോ. ഇവിടെ തുടങ്ങിയ സൂക്കേടാ. പൂർത്തിയാവാത്ത പടം അച്ഛനെ കാണിച്ച എന്താ സംഭവിക്കാന്ന് വേണമെങ്കിൽ വന്ന് എടുക്കുക. കളിക്കാൻ തന്നെ കീറുന്നു. അതാരെയും കാണിക്കുന്നുണ്ട്. തരാനാ പറഞ്ഞ മനുഷ്യനെ മെനക്കെടുത്ത ഓരോന്ന് വന്നോളൂ. കളി ഒരല്പം കൂടി പോകുന്നില്ലേ എന്നൊരു സംശയം. അണ്ടോടത്തോളം നല്ല ചേർച്ചയാ. ആൾക്കാരെ കൊണ്ട് അത് പറയിപ്പിക്കാണ്ട് അങ്ങ്. നീ ഉറങ്ങിയിട്ടുണ്ടാവില്ല എന്ന് എനിക്ക് തോന്നി. കഴുത്തിൽ താലി കെട്ടാൻ യോഗ്യനായിട്ടുള്ള ഒരാളെ കണ്ടു കിട്ടിയാൽ ആദ്യം അത് അച്ഛനോട് പറയുമെന്ന് നീ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അതിലൊരു മാറ്റമില്ല. ഗംഗ അച്ഛനോട് തന്നെ ആദ്യം അത് പറഞ്ഞിരിക്കും. പക്ഷേ ഞാൻ കണ്ടെത്തിയ ആൾക്ക് തിരിച്ച് എന്നോട് ഇഷ്ടമുണ്ടോന്ന് അറിയണ്ടേ? ഞാൻ അയാളോട് സംസാരിക്കാം. അച്ഛൻ എനിക്ക് 2 ദിവസം കൂടെ സമയം തരണം. അതിനുള്ളിൽ ആ മനസ്സറിഞ്ഞിട്ട് എന്നിട്ട് മതി സംസാരം. അച്ഛൻ പേടിക്കണ്ട. ഗംഗ ഒരു ചീത്ത പേരും കേൾപ്പിക്കില്ല. മോശം. ലോക്കൽ ചാനലിൽ 4 ദിവസം മുമ്പ് കായലോരത്തടിഞ്ഞ ഒരു അജ്ഞാത മൃതദേഹം കാണിക്കുന്നുണ്ട്. കണ്ടപ്പോ അന്ന് തൻ്റെ ഒപ്പം വന്ന ചങ്ങാതിയാണോ എന്ന് തോന്നി. ഏയ്, അവനൊന്നുമല്ല. അതെങ്ങനെയാ കാണാതെ പറയാൻ പറ്റുന്നത്? അത് പിന്നെ അവൻ എന്നെ ഇന്ന് വൈകിട്ട് കൂടി വിളിച്ചതാ. അയ്യോ, കുളിക്കാൻ തോന്നണം.
ദാ പന്ത്. വാ. Hands up. പെട്ടോ? കുബു, ബച്ചു, ഇതെവിടെ പോയി കിടക്കുക? നിങ്ങൾ ചോറ് തിന്നാൻ വാ പിള്ളേരെ. കുബു, ഉമ്മ ഞങ്ങളിവിടെ ഉണ്ട്. അവിടെ കയറി ഇരിക്കാണോ? മര്യാദക്ക് ഇറങ്ങി വാ. അതിന് മുറി കൂട്ടി സത്താറൊക്കെ പോയല്ലോ. ബദരീങ്ങളെ എന്താ എന്തു പറ്റി? കുബു ബച്ചു ആ സത്താറിന്റെ മുറിയില് ഒരു മുറി പൂട്ടി പോവുകയും ചെയ്തു. ഓ സാരമില്ല, നീ ആ ഡ്യൂപ്ലിക്കേറ്റ് കീങ് എടുക്ക്. പാപ്പാ ദേ. എന്താ ആരും ഒന്നും പറയാത്തത്? ഇതത്ര നിസ്സാരമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓന് പറയാനുള്ളത് ആദ്യം കേൾക്കാം, അതിനുശേഷം മതി വിചാരണ തീരുമാനം എടുക്കുന്നത്. സത്താർ ഞാനും ഒരുപാട് സംസാരിച്ചിട്ടുണ്ട് പല കാര്യങ്ങളെക്കുറിച്ചും. ഇന്ത്യയിലെ മുസ്ലിം സമൂഹം നേരിടുന്ന പല പ്രശ്നങ്ങൾക്കും നാവ് കൊണ്ട് മാത്രം മറുപടി പറഞ്ഞാലാവില്ലെന്ന് അയാളുടെ വിശ്വാസത്തിൽ കഴമ്പുണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. അയാളെ നമ്മൾ സംരക്ഷിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. എവിടേക്കാണെന്ന് വെച്ചാൽ രക്ഷപ്പെട്ടു പോയിക്കോട്ടെ. ഇല്ല, ഇസ്ലാം മത വിശ്വാസിയായതിന്റെ പേരിൽ മാത്രം അങ്ങനെ ചിന്തിക്കാൻ എനിക്ക് കഴിയില്ല. അയാളൊരു ക്രിമിനൽ ആകാമെന്നും രാജ്യാന്തര ബന്ധമുള്ള ഏതെങ്കിലും അധോലോക സംഘത്തിന്റെ പിണിയാളാകാമെന്നും മാത്രമേ ഇതുവരെ ഞാൻ ചിന്തിച്ചിരുന്നുള്ളൂ. പക്ഷേ ഈ കുടുംബത്തിലെ ഒരു അംഗത്തിന്റെ ഉള്ളിൽ പോലും മതവിദ്വേഷത്തിന്റെ വിത്തുകൾ പാകാൻ അയാൾ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ കൊടും ശിക്ഷയ്ക്ക് അർഹനാണ് അയാൾ. ഈ ഇന്ത്യ മഹാരാജ്യത്തിന്റെ ശത്രു, ഭരണകൂടത്തിന്റെ, ഇവിടുത്തെ 100 കോടി ജനങ്ങളുടെ, നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഇസ്ലാം സംസ്കാരത്തിന്റെ, എന്തിന് പരമകാരുണ്യവനായ പടച്ചതമ്പുരാൻ അള്ളാഹുവിന്റെ വരെ ശത്രു. ബഷീർക്ക് എങ്ങനെ ഹിന്ദുസ്ഥാനികളെ പോലെ സംസാരിക്കരുത്. ഓടാ, ഹിന്ദുസ്ഥാനി? ഞാനും നീയൊക്കെ ഹിന്ദുസ്ഥാനികളാടാ. കച്ചവടത്തിന്റെ പേരിൽ വിദേശികൾ വന്നപ്പോ അവരെ 2 കൈയും നീട്ടി സ്വീകരിച്ചതിന്റെ പേരിൽ അവർക്ക് അടിമകളായി നൂറ്റാണ്ടുകൾ കഴിയേണ്ടി വന്ന പാവങ്ങളായ ഹിന്ദുസ്ഥാനികൾ. എല്ലാ മതങ്ങൾക്കും സംസ്കാരങ്ങൾക്കും സ്വന്തം മണ്ണിൽ വളരാൻ ഇടം കൊടുത്ത ഹൃദയവിശാലതയുള്ള ഹിന്ദുസ്ഥാനികൾ. മാതൃരാജ്യത്തിന്റെ അപകടം വരുന്നു എന്ന് കേട്ടാൽ സ്വന്തം ചോര കൊടുത്തും സംരക്ഷിക്കാൻ മടിയില്ലാത്ത ഹിന്ദുസ്ഥാനികൾ. എനിക്കൊന്നും അറിയില്ല, എന്നാലും 2 കുട്ടിയോളെ നമുക്ക് പോലീസിനെ വിളിക്കാന്ന് വെച്ചാ ഓര് നമ്മളെ വെറുതെ വിടോ? മക്കളെ വെറുതെ വിടോ? ഇജ്ജ് പേടിക്കേണ്ടി മുണ്ടാസേ, ഓം പറയണ അതിന്റെ ശരി. സ്റ്റേഷനിലേക്ക് ഞമ്മളുണ്ട് എൻ്റെ ഒപ്പരം. ഇവനെ ഇവന്റെ പിന്നിലുള്ളവരെ കാട്ടിക്കൊടുക്കാൻ ഉച്ചയിലുള്ള മുസൽമാന്മാര് ഈ നാട്ടിലുണ്ടെന്ന് അറിയട്ടെ കള്ള ഹിമാറുകള്.